ആലപ്പുഴ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. മുഖ്യമന്ത്രിയുടെ അവസാനവട്ട അനുനയ നീക്കവും ഫലം കണ്ടില്ല. മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിട്ടും സുധാകരൻ അനുനയത്തിന് വഴങ്ങിയില്ല. സുധാകരൻ പരസ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ ധാരണ പ്രകാരമാണ് നാളത്തെ സുധാകരന്റെ വാർത്താ സമ്മേളനം എന്നാണ് സൂചന. ആർ ശ്രീത്ത് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇനിയിപ്പോൾ അനുനയത്തിന് പോകേണ്ട എന്ന് നേരത്തെ CPIM തീരുമാനമെടുത്തിരുന്നു, ആ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. നേതാക്കൾ വീട്ടിലെത്തുന്നു, മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നു, പക്ഷെ അപ്പോഴും വഴങ്ങിയില്ല ജി സുധാകരൻ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെ? പ്രജിൻ, ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന നിലപാടെടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPIM നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം വഴങ്ങുന്നില്ല എന്ന് കണ്ടതോടെ അവഗണിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നാളെ വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് പ്രഖ്യാപിക്കുമെന്ന കാര്യം പുറത്തു വന്നതോടെ CPIM വീണ്ടും ഒരു അനുനയ നീക്കം നടത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ജി സുധാകരനെ വിളിച്ചു. എങ്കിലും നിലപാട് മാറ്റാൻ സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തിന് വീട്ടിലെത്തി കണ്ടെങ്കിലും അപ്പോഴും നിലപാടിൽ അയവ് വരുത്താൻ സുധാകരൻ തയ്യാറായിട്ടില്ല. നാളെ വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന കാര്യം സുധാകരൻ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാർത്താ സമ്മേളനത്തിൽ സമയമടക്കം ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റേതായ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നു. അപ്പോൾ നാളെ രാവിലെ 11 മണിക്ക് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തന്റെ ഭാവി രാഷ്ട്രീയ നിലപാട് എന്താണെന്ന കാര്യം സുധാകരൻ വ്യക്തമാക്കും. ഒപ്പം തന്നെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്രമായി മത്സരിക്കുന്ന ജി സുധാകരന് UDFന്റെ രാഷ്ട്രീയ പിന്തുണ ലഭിക്കും. സുധാകരൻ ഇപ്പോൾ CPIMനകത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച് പുറത്തുവരുന്ന ഘട്ടത്തിൽ മാത്രം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനകത്തെ ധാരണ. സുധാകരനുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കാതെ അതിനെ പിന്തുണച്ച് രംഗത്ത് വരിക രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട്. സുധാകരൻ നിലപാട് പ്രഖ്യാപിച്ചാൽ വൈകാതെ തന്നെ കോൺഗ്രസും തങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ അറിയിക്കും. അങ്ങനെയുള്ള ഒരു ധാരണ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും സുധാകരന്റെ മാറ്റം അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാൻ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് രാത്രിയും ആലപ്പുഴയിൽ ചേർന്നിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിയാലോചന നടത്തുന്നുണ്ട്. സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിച്ച് പ്രതിരോധ നടപടികളിലേക്ക് CPIM നീങ്ങും. അമ്പലപ്പുഴ ജി സുധാകരന്റെ തട്ടകമാണ്. അദ്ദേഹം 3 തവണ അവിടെ നിന്ന് തുടർച്ചയായി ജയിച്ച് 2006 മുതൽ അവിടെ നിന്ന് ജയിച്ച് അദ്ദേഹം MLA ആയി, മന്ത്രിയായി, അങ്ങനെ 2 തവണ മന്ത്രിയായ സുധാകരൻ അമ്പലപ്പുഴയിൽ വീണ്ടും ഒരു മത്സരത്തിലിറങ്ങുമ്പോൾ CPIMനത് വലിയ തോതിലുള്ള പ്രതിരോധമുണ്ടാക്കും. CPIMന്റെ വിജയസാധ്യതയടക്കം ബാധിക്കുന്ന നിർണായകമായ നീക്കമായി അത് മാറും. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാതെ തരമില്ല എന്ന ഒരു വിലയിരുത്തലാണ് CPIM നേതൃത്വം. ശരി, ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.